പ്രതാപേട്ടന്റെ കാര്യത്തില് അയാൾക്ക് എന്ത് ഇത്ര താല്പര്യം? നിനക്ക് അവനോട് താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ വാമനോട് പറഞ്ഞു നിന്റെ താല്പര്യം കൂടെ അവനോട് അങ്ങ് എടുത്തോളാൻ. അയാൾ അന്നൊരു ദിവസം വന്നപ്പോ അയാളെ കടിച്ചു കീറാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നല്ലോ പ്രതാപേട്ടന്. അതിപ്പോ ഞാനീ പറഞ്ഞ പോലെ തന്നെയാ. നിന്നെ കടിച്ചു കീറി കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പ്രതാപന്. അതിന് പകരം അവനെ അങ്ങ് കടിച്ചു കീറിക്കൊള്ളാൻ ഞാൻ അങ്ങ് പറഞ്ഞു. അതുകൊണ്ടാ അവനെ കണ്ടപ്പോ കടിച്ചു കീറാനുള്ള ദേഷ്യം ഉണ്ടായത്. അല്ല പിന്നെ അവിടെ അതൊന്നും അല്ല കാര്യം. അതിനപ്പുറം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഓ, ഇനി നീ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കല്ലേടി. നിന്റെ മൂത്ത മരുമോനിപ്പോ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നാ വാമൻ പറഞ്ഞു. അതിപ്പോ പ്രതാപന്റെ ദേഹത്തുനിന്ന് നിന്റെ മരുമോന്റെ ദേഹത്തോട്ട് കേറിയോന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ മോൻ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങേര് സത്യങ്ങൾ പറഞ്ഞത് കണ്ണന്റെ അച്ഛന്റെ ആത്മാവ് ദേഹത്ത് കയറിയതിനു ശേഷം എന്റെ അമ്മ എങ്ങനെയാ മരിച്ചത്? അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അല്ല, അതേപ്പറ്റിയും ഇടയ്ക്ക് പ്രതാപേട്ടൻ പറഞ്ഞിരുന്നു. തലയ്ക്ക് വെളിവില്ലാത്തവനങ്ങനെ പലതും പറയും. ചിലപ്പം ഞാൻ അവരെ കൊന്നൂടെ പറഞ്ഞു കളയും. അത് കേട്ടിട്ട് നീ വിളിച്ചു പോയിക്കൊണ്ട് നടക്കല്ലേ. ഇപ്പോഴത്തെ പ്രതാപേട്ടൻ എന്തായാലും കള്ളത്തരങ്ങളൊന്നും പറയില്ല. ആൾക്കാരെ കൊല്ലാൻ മടിയില്ലാത്ത അമ്മയുടെ മോനല്ലേ. പിന്നെ അങ്ങേര് കണ്ണന്റെ അച്ഛനെ കൊന്നതില് വലിയ അത്ഭുതമൊന്നുമില്ല. ഒരു കണക്കിന് വാമൻ ചെയ്ത നല്ല കാര്യം തന്നെയാ. ഇവനിങ്ങനെ നടന്നതൊക്കെ വിളിച്ചു പറഞ്ഞ ഇനി ചിലപ്പോ എനിക്ക് ജീവപര്യന്തം ഉറപ്പാ. എനിക്ക് വയ്യ എൻ്റെ അമ്മ. എന്താ നീ ആലോചിച്ചുവിടുന്നത്? ഒന്നല്ലോ ഉണ്ണീട്ടാ. ഇപ്പൊ ഏതു നേരം ഈ ചിന്തയും വിഷമമൊക്കെ ആണല്ലോ. അച്ഛനും മോൾക്കും ഒക്കെ കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ടെന്ന് സ്ഥാപിക്കാനാണ് ഉണ്ണീട്ടൻ ശ്രമിക്കുന്നെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്കാം. നമുക്കിന്ന് നിന്റെ അച്ഛനൊന്ന് കാണാൻ പോയല്ലോ. എന്താ? ഇതിനു മുൻപ് എന്റെ അച്ഛനെ കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്ന് എന്റെ അച്ഛന്റെ സമനില തെറ്റിയോ അന്ന് തൊട്ട് അച്ഛനെ കാണാൻ ഭയങ്കര ആഗ്രഹം. അതിന്റെ പിന്നിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം. എന്റെ ഉള്ളിൽ ഒരു ദുരുദ്ദേശവും ഇല്ല. ഇവിടെ 7-ാം മാസത്തെ ചടങ്ങ് നടക്കുമ്പോ ഇങ്ങോട്ടൊന്ന് നിന്റെ അച്ഛൻ പല പ്രകടനങ്ങളും നടത്തി. അന്നത്തെ ദിവസം സംഭവിച്ചതിനെ പറ്റി ഓർത്തപ്പോ എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നി. അതുപോലെ അങ്ങേരുടെ നാവിതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ചിലരൊക്കെ അയാളുടെ വായ മൂടിക്കെട്ടിയത്. അതിന്റെ കാരണം ആ സമയത്ത് തന്നെ എല്ലാരും പറഞ്ഞായിരുന്നല്ലോ. ഓ, പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും അത് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ എന്റെ അച്ഛനെ കുറിച്ച് അയാൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു തന്നെ ഇരിക്കട്ടെ. അത് കേൾക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ പിന്നെന്താ കുഴപ്പം? എന്റെ അച്ഛൻ തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. എന്നാ പിന്നെ സമയം കിട്ടുമ്പോ ഞാൻ പോയി കണ്ടോളാം. അയ്യോ, അതിനൊന്നും ആവശ്യമില്ല. മുത്തശ്ശിക്ക് ഇഷ്ടല്ല. പക്ഷേ എന്റെ അച്ഛനെ കുറിച്ച് അയാൾ എന്താ സംസാരിക്കുന്നെന്ന് എനിക്കറിയണല്ലോ. അത് നല്ലതായാലും മോശമായാലും അങ്ങേര് അങ്ങനെ പറയുന്നതിന്റെ കാരണം കണ്ടെത്തണം. സമയം കിട്ടുകയാണെങ്കിൽ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചിലപ്പോ നിന്റെ വീട്ടിൽ കയറി അച്ഛനെയും കണ്ടിട്ടേ വരത്തുള്ളൂ. അല്ല,